ഇന്നലെ ഒരു പേഷ്യന്റ്, ഒരു വയസ്സായ ഒരാളാണ്, ഒരു 68-70 വയസ്സൊക്കെ ഉണ്ടാവും. പുള്ളി ഒരു ആക്സിഡന്റ് ആയിട്ട് പല്ലിളകി കാണിക്കാൻ വന്നതാണ്. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ബൈക്ക് ഒന്ന് ഇടിച്ചിട്ട് വീണു, മുഖം പോയി നിലത്ത് ഇടിച്ചിട്ട് താഴത്തെ ഫ്രണ്ടിലത്തെ നിരയിലെ പല്ലുകളാണ് ഇളകിയിരിക്കുന്നത്. അപ്പോൾ പേഷ്യന്റ് പറഞ്ഞത് ഓൾറെഡി നേരത്തെ കുറച്ചൊക്കെ ഇളകുന്നുണ്ടായിരുന്നു, ഇപ്പൊ പക്ഷേ കുറച്ചും കൂടെ കൂടുതൽ ഇളകുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ശരിയാണ്, പല്ലുകൾ കുറച്ചൊക്കെ ഇളകുന്നുണ്ട്, പക്ഷേ വലിയ പൊട്ടലും കാര്യങ്ങളൊന്നും കാണുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, കുറച്ചു കാലം കൂടെ ചിലപ്പോൾ ഈ പല്ല് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ പോട്ടെ, നിങ്ങൾക്ക് തീരെ ബുദ്ധിമുട്ടാകുമ്പോൾ നമുക്ക് പറിച്ചിട്ട് സെറ്റ് പല്ല് വെക്കാമെന്ന് പറഞ്ഞു. എന്നാലും ഞാൻ കുഴപ്പമില്ല, എന്തായാലും ഇടിച്ചു വീണതല്ലേ, നമുക്കൊരു എക്സ്റേയും കൂടെ എടുത്ത് നോക്കാം, ഇനി എന്തെങ്കിലും വേരിൽ പൊട്ടലുകളോ എന്തെങ്കിലും ഉള്ളത് കൊണ്ടാണ് പല്ല് ഇളകുന്നത് എന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്റേ എടുത്തിരുന്നു. പക്ഷെ എക്സ്റേ എടുത്തപ്പോൾ എക്സ്റേയിൽ കണ്ടത് പല്ലിന്റെ ഈ ഫ്രണ്ടിലത്തെ 4 പല്ലിന്റെയും ചുറ്റുമുള്ള കംപ്ലീറ്റ് എല്ലും നശിച്ചു പോയിരിക്കുന്നതായിട്ടാണ് കണ്ടത്. അതായത് ആ പല്ലിൽ നേരത്തെ തന്നെ ഇൻഫെക്ഷൻ വന്നിട്ട് അവിടുത്തെ എല്ലുകളൊക്കെ പതുക്കെ പതുക്കെ നശിച്ചു പോയിട്ടാണ് ഇപ്പോൾ പല്ല് ഇളകാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ആ പല്ല് വെച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ആ ഇൻഫെക്ഷൻ കൂടുതൽ സ്പ്രെഡ് ആവുകയും ആ ഭാഗത്തുള്ള ബാക്കിയുള്ള എല്ലും കൂടെ നശിച്ചു പോകാനായുള്ള സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ പലപ്പോഴും ഈ പേഷ്യൻസ് പല്ല് ഇളകുമ്പോൾ നമ്മൾ പലപ്പോഴും ചെറിയ ഇളക്കമൊന്നും ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഡോക്ടറെ ഒന്നും കാണിക്കാൻ പോവാറില്ല. അപ്പൊ നന്നായിട്ട് ഇളകി നമുക്കത് ബുദ്ധിമുട്ടാകുമ്പോൾ മാത്രമേ ഡോക്ടറെ എടുത്ത് പോകാറുള്ളൂ. പക്ഷെ നമ്മുടെ പല്ലിനെ ചെറിയൊരു ഇളക്കം പോലും നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അതായത് പല്ല് ഇളകുന്നതിന് പല കാരണങ്ങളും ഉണ്ടാവാം. ചിലപ്പോൾ എവിടെയെങ്കിലും നമ്മൾ തട്ടിയിട്ട് ഇളകുന്നതാവാം, അതല്ലെങ്കിൽ നമ്മൾ വേരിന്റെ അടിയിൽ ഇൻഫെക്ഷൻ വന്നിട്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ മോണയുടെ പ്രശ്നങ്ങൾ കൊണ്ടാവാം, പല കാരണങ്ങളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ പല്ലിന് ഇളക്കം വരുന്നത് എന്നുള്ളത് നമ്മളൊരു കറക്റ്റായിട്ട് ഡോക്ടറുടെ അടുത്ത് പോയിട്ട് മനസ്സിലാക്കുക. കാരണം സിവിയർ ഇൻഫെക്ഷൻ ആയിട്ട് അവിടുത്തെ എല്ലുകളൊക്കെ നശിച്ചിട്ടാണ് പല്ല് ഇളകുന്നതെങ്കിൽ അത് നമ്മൾ വെച്ചുകൊണ്ടിരുന്നാൽ വീണ്ടും ആ ഇൻഫെക്ഷൻ ബാക്കിയുള്ള പല്ലിന്റെ ഭാഗത്തേക്ക് പോവുകയും അവിടുത്തെ എല്ലുകളും കൂടെ നശിക്കാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെറിയൊരു പ്രശ്നമാണെങ്കിൽ കൂടെ അത് എന്തുകൊണ്ടാണ് എന്നുള്ളതൊന്നും എപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ ഇന്ന് ഒരു പല്ല് ആടുന്നതിന് പകരം ചിലപ്പോൾ 6 മാസം കഴിയുമ്പോൾ 4 പല്ലുകൾ ആടുന്ന ഒരു സ്റ്റേജിലേക്ക് ചിലപ്പോൾ എത്താനുള്ള ചാൻസ് ഉണ്ട്.